സജീസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി ഒരു 2-3 മാസം കഴിയുമ്പോൾ ഉടനെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് അല്ലേ. അതിലെ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ്. സോ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രിലിംസിനും മെയിൻസിനുമുള്ള എല്ലാ വീഡിയോസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചെറിയ ചാനലാണ് സജീസ് മലയാളം എന്ന ഈ ഒരു PSC ഓറിയന്റഡ് യൂട്യൂബ് ചാനൽ. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കറക്റ്റ് ടൈം നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭ്യമാകും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ? കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടുന്ന കണ്ടന്റ് മാത്രമാണ് ഇതിനകത്തുള്ളത്. കാർഡടച്ചുള്ള ഒരു വെടിവയ്പല്ല, പഴുതടച്ചുള്ള പഠനമാണ്. ഇഷ്ടപ്പെട്ട മലയാളം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ സജീസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇന്ന് ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമുക്ക് ASM പോലെ ASM ഇപ്പം അത്യാവശ്യം ഫയൽസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 3-4 ഫയൽസ് സജീസ് മലയാളം ടെലിഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഇടാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയെക്കുറിച്ചാണ് അറിയേണ്ടത് അല്ലേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രിലിംസിൻ്റെ പിന്നെ ഒരു സിലബസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കണേ, ഇതിനകത്ത് നമുക്കുള്ളത് ലെവൽ എക്സാമിനേഷൻ പ്രിലിംസ് ആണ്. 10 മാർക്കിന് ഹിസ്റ്ററിയാണ്. കേരള ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി ചേർത്തിട്ട് വരുന്ന ഹിസ്റ്ററിയാണ്. ആ ഹിസ്റ്ററിയിലുള്ള ജനറൽ നോളജ് അളക്കുന്ന തരത്തിലുള്ള ചോദ്യം. 5 മാർക്കിന് ജോഗ്രഫിയാണ്. ഇക്കണോമിക്സ് 5 മാർക്കിനാണുള്ളത്. സിവിക്സ് 5 മാർക്കിന്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിനാണ്. എന്നാൽ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് വിഭാഗത്തിലേക്ക് എത്തിയപ്പോൾ മാർക്ക് ഉയർന്നിട്ടുണ്ട്. 10 മാർക്ക്. ഹിസ്റ്ററിക്ക് എത്ര പ്രാധാന്യം കൊടുത്തു പഠിക്കുന്നോ അതുപോലെ ഇനി കലാ, സംസ്കാരം, സാഹിത്യം, കായികം എന്ന വിഭാഗം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സജീസ് മലയാളം യൂട്യൂബ് ചാനൽ കലയുമായി ബന്ധപ്പെട്ട ഡിഗ്രി പ്രിലിംസിലെ കല, സംസ്കാരവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇനി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെയുള്ളത് 5 മാർക്കിന് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് അബൌട്ട് കമ്പ്യൂട്ടർ അതായിരിക്കും വരാൻ പോകുന്നത്. എന്നാൽ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നത് ഒഴിവാക്കി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഭാഗത്തിലേക്കാണ് മാർക്ക് പോകുന്നത്. 5 മാർക്കിന്. സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 20 മാർക്കിനാണ് ഉള്ളത്. ജനറൽ ഇംഗ്ലീഷ് ആകട്ടെ, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കിന്. വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ചേർത്തിട്ട് 20 മാർക്ക്. നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളം, കന്നഡ, തമിഴ് ഈ വിഭാഗത്തിൽ യാതൊരുവിധ മാറ്റവും വരുന്നില്ല. 10 മാർക്കിനാണ്. പക്ഷെ ഇവിടെ ഡിഗ്രി പ്രിലിംസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മലയാളമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കേരള സെക്രട്ടേറിയറ്റിലേക്കുള്ള നിയമനമാണ് ഇപ്പൊ വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മലയാളമായിരിക്കും വരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു സൂചന 50 മാർക്കാണ് ഈ ഏരിയയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. എന്തൊന്ന് ശ്രദ്ധിച്ചാൽ കണക്കും ഇംഗ്ലീഷും മലയാളവും കമ്പാരിറ്റീവ്ലി ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് സേഫ് സോൺ കൂടിയാണ് ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അല്ലേ. മലയാളമായിരിക്കും നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ചെയ്യുന്നതും. അതും ഒരു LD ക്ലർക്കിന് ഒരു കുട്ടി എന്തു പഠിച്ചോ അതിന് തന്നെ ഒന്നുകൂടി ഒന്ന് വായിക്കുന്നതാണ് ഡിഗ്രി പ്രിലിംസിന്റെ മലയാളം. 10 മാർക്കാണ് അതിൽ ലഭ്യമാകുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് 13 ടോപ്പിക്കുകളുണ്ട്. ഈ 13 ടോപ്പിക്കുകൾ ഒന്നുപോലും സ്കിപ്പാക്കരുത്. ഗ്രാമർ പഠിച്ച് സമയം കളയണ്ട. സാഹിത്യം ഇതിനകത്തല്ല വരുന്നത്. അത് കലാ, സംസ്കാരം, സാഹിത്യം, കായികം എന്ന വിഭാഗത്തിലെ 10 മാർക്കിന്റെ ഒപ്പമാണ് അത് വരുന്നത്. അതായത് മലയാളവും കലാ, സംസ്കാരം, സാഹിത്യവും കൂടി ചേർത്തിട്ട്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. മലയാളം പ്ലസ് കല ഉൾപ്പെടെ 20 മാർക്കാണ്. ഇംഗ്ലീഷിലും 20 മാർക്ക്, മാത്സിലും 20 മാർക്ക്. സോ ബാക്കി സബ്ജക്റ്റുകളിലേക്ക് ചുരുങ്ങിയ മാർക്കുകളായിട്ട് കുറയുകയാണ്. അപ്പൊ പ്രിലിംസ് ഒന്നാഞ്ഞു പിടിക്കുക. പ്രിലിംസ് ക്രാക്ക് ചെയ്താൽ മെയിൻസിലേക്കുള്ള സ്ട്രാറ്റജി നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ പ്രിലിംസ് ഇപ്പോൾ ആരംഭിക്കുന്നത് മെയ് മാസമാണ്. ഫസ്റ്റ് ഫേസ് ആരംഭിക്കുന്നത് മെയ്യിൽ ആരംഭിച്ച് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലായിട്ടായിരിക്കും പ്രിലിംസ് നടക്കുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലായല്ലോ.
ഹിസ്റ്ററി. ഒരുപാട് കുട്ടികൾ പേടിയോടെ കാത്തിരിക്കുന്ന സബ്ജക്റ്റാണ് ഹിസ്റ്ററി. പക്ഷെ 10 മാർക്കാണ് അതിനകത്തുള്ളത്. ഒന്ന് ആഗ്രിഗേറ്റ് ആയിട്ട് മുൻ വർഷ ഡിഗ്രി പ്രിലിംസിലൊക്കെ ഹിസ്റ്ററി ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾക്ക് പോസിബിലിറ്റി എന്ന് കണ്ട് ഒന്ന് പഠിച്ചാൽ സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നോക്കൂ, ജോഗ്രഫിയും ഇക്കണോമിക്സും സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കൂടി 20 മാർക്കേ വരുന്നുള്ളൂ. അതേസമയം കലാ, സംസ്കാരം, സാഹിത്യം, കായികം വിഭാഗത്തിലാകട്ടെ 10 മാർക്ക് കടന്നു വരുന്നുണ്ട്. സയൻസും ടെക്നോളജിയും കമ്പ്യൂട്ടറും കൂടി 10 വരുന്നുള്ളൂ. അതേസമയം മാത്സ്, പല കുട്ടികൾക്കും മാത്സ് എളുപ്പമായിരിക്കും, ചിലർക്കാകട്ടെ മാത്സ് പാടായിരിക്കും. എന്നാൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവിടെ ഇംഗ്ലീഷ് ഉണ്ട്. 20, 20, 40, 10 മാർക്ക് മലയാളം, അങ്ങനെ 50 മാർക്കാണ് ഈ ഒരു സെക്ഷനിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ പ്രിലിംസിനെ സംബന്ധിച്ച് 100 മാർക്കിന്റെ ഇതുവരെ നമ്മൾ എന്ത് പഠിച്ച് ഒരു ഡിഗ്രി പ്രിലിംസ്, ഒരു LD ക്ലർക്ക് പരീക്ഷയ്ക്ക് എഴുതി, ആ ലെവലിൽ തന്നെയാണ്. ഇനി LD ക്ലർക്ക് പരീക്ഷ എഴുതിയ സമയത്ത് പലർക്കും വന്നൊരു പ്രശ്നമാണ് നെഗറ്റീവ് മാർക്ക്. സോ ഈ ഒരു പരീക്ഷയിൽ ഒരു സ്ട്രാറ്റജി എടുത്തേ പറ്റൂ. നെഗറ്റീവ് വരാത്ത രീതിയിൽ ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ആൻസർ മാത്രം ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഡിഗ്രിയെ സംബന്ധിച്ചൊരു LD പോലെ കട്ട് ഓഫ് അങ്ങനെ ക്രമാതീതമായി ഉയരാനുള്ള ഒരു സാധ്യതയില്ല. എങ്കിലും തീരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. കാരണം ധാരാളം കുട്ടികൾ മാറ്റുരയ്ക്കുന്ന പരീക്ഷയാണ് അല്ലേ. അപ്പൊ പിന്നെ PSC ഈ കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ നോക്കി നമുക്ക് ഒരിക്കലും കട്ട് ഓഫ് നിർണ്ണയിക്കാനാവില്ല. പക്ഷെ മെയിൻസിന്റെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ മെയിൻസിന്റെ കട്ട് ഓഫ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. കഴിഞ്ഞ ലാസ്റ്റ് 4 വർഷത്തെ മെയിൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 2021 കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്ക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പരീക്ഷയും വിജ്ഞാപനവും പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നത്. വെറും 48 മാർക്ക് മാത്രമായിരുന്നു അതിന്റെ കട്ട് ഓഫ്. എന്നാൽ 2022 വന്നപ്പോൾ അത് കമ്പനി ബോർഡിലെ KSFയിലും അതുപോലെ തന്നെ കമ്പനി ബോർഡ് KSFDCയിലേക്കുമുള്ള നിയമനമായിരുന്നു. KSFയിൽ 39 മാർക്കും ഡിഗ്രി ലെവൽ എക്സാം മെയിൻസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, പിന്നെ KSFDCയിൽ 38 മാർക്കും ആയിരുന്നു കട്ട് ഓഫ്. എന്നാൽ 2023 ഡിഗ്രി പ്രിലിംസ് മെയിൻസ് എന്തിനു വേണ്ടിയായിരുന്നു? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അപ്പോൾ ക്രമാതീതമായി കുറച്ചുകൂടി എന്ത് ചെയ്തു? ക്രമാനുഗതമായി കട്ട് ഓഫ് ഉയർന്നു. 51 മാർക്കിലേക്ക് കട്ട് ഓഫ് പോയി. 2024 ഡിഗ്രി എന്നത് മെയിൻസിലേക്ക് വന്നപ്പോൾ 49.73 ആയിരുന്നു കട്ട് ഓഫ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് 51, 52 റേഞ്ചിലേക്ക് കട്ട് ഓഫ് ഡിഗ്രിയുടെ മെയിൻസ് നിന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്കറിയാം ഡിഗ്രി മെയിൻസിന്റെ പരീക്ഷ എത്രത്തോളം ടഫായിരിക്കും. ബാക്കിയുള്ള സബ്ജക്ട്സുകളെ, ബാക്കിയുള്ള എക്സാംസിനെ അപേക്ഷിച്ച് ഡിഗ്രി മെയിൻസിലേക്ക് വരുമ്പോൾ നന്നായി എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് പോലും 50 മാർക്ക് സ്കോർ ചെയ്യാൻ നല്ല പ്രയാസമാണ് അല്ലേ. സോ പ്രിലിംസ് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. മാത്രമല്ല മുൻ വർഷങ്ങളിലേക്ക് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രിലിംസ് കിട്ടും, മെയിൻസിൽ വരുമ്പോഴാണ് പ്രശ്നം. അപ്പം മെയിൻസിന്റെ സിലബസ് കൂടി നമുക്കൊന്ന് നോക്കി സെറ്റാക്കാം. ഇവിടെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, ഒരു 50-51 മാർക്കൊക്കെ ഇത്രയും നാളത്തെ പഠനത്തിനിടയ്ക്ക് സ്കോർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കാലിബർ നിങ്ങൾക്കുണ്ട്. ആ കാലിബർ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി. കാരണം നമുക്കറിയാം, നിങ്ങൾ LDക്കൊക്കെ 50-60 സ്കോർ ചെയ്തവരുണ്ട്, LGSന് നല്ല രീതിയിൽ സ്കോർ ചെയ്തവരുണ്ട്. പക്ഷെ ആ നിലവാരത്തിലേക്ക് ഞാൻ ഡിഗ്രി മെയിൻസിന് കൊണ്ടുപോകുന്നതല്ല. പക്ഷെ ഡിഗ്രി മെയിൻസിന്റെ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര കണ്ട് പേടിക്കണോ. പ്രിലിംസ് കമ്പാരിറ്റീവ്ലി സേഫ് സോൺ ആണെന്ന് ഞാൻ പറയാൻ കാരണം അത്യാവശ്യം കട്ട് ഓഫ് ഉയരും. ഒരു 60-70 റേഞ്ചിലേക്കൊക്കെ ചിലപ്പോൾ കട്ട് ഓഫ് പോകുക. ആ ഒരു റേഞ്ചിൽ നിന്നുകൊണ്ട് അങ്ങ് പഠിക്കുക. കട്ട് ഓഫ് താഴുകയോ എന്തോ ചെയ്യട്ടെ, പക്ഷെ നമ്മളൊരു 70 റേഞ്ചെങ്കിലും ഒരു ഡിഗ്രി പ്രിലിംസിന്റെ കട്ട് ഓഫ് 70-75 റേഞ്ച് കൊടുത്തോ. കാര്യം എന്ന് വെച്ചാൽ 50 മാർക്കോളം മാത്സും ഇംഗ്ലീഷും മലയാളവും ഉള്ള ഒരു പരീക്ഷയ്ക്ക് കലാ, സംസ്കാരം, സാഹിത്യവും 10 മാർക്ക്, അവിടെ തന്നെ 60 മാർക്കായി മക്കളെ. ഒരു 5-6 ഡിലീഷൻ പോയാലും 54 നിൽക്കും. അപ്പൊ പിന്നെ ബാക്കി കൂടെ ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് റാങ്ക് നിർണ്ണയിക്കുന്ന സബ്ജക്റ്റുകളാണ് ഇവിടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് ഞാൻ പറഞ്ഞത്. റാങ്ക് നിർണ്ണയിക്കാൻ മുഖ്യ പങ്ക് വഹിക്കുന്നതാണ് ഒരു തരത്തിലും ഡിഗ്രി പ്രിലിംസിന്റെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് കുറച്ച് കാണരുത്. കലാ, സംസ്കാരം, സാഹിത്യം 3 സബ്ജക്റ്റ് എന്നേ ഇവിടെ പറയാൻ പറ്റൂ. കാരണം കലാ, സംസ്കാരം, സാഹിത്യം, കായികം എന്ന് പറയുന്നത് മലയാളത്തിന്റെ കൂടി ആഡ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പിന്നീടാണ് ഇത് സെപ്പറേറ്റ് പോയത്. അപ്പൊ പിന്നെ നമുക്ക് ഒരു 60 മാർക്കോളം
അത്യാവശ്യം തരുന്ന സബ്ജക്റ്റുകളാണ് അവിടെ ഉള്ളത്. ഹിസ്റ്ററിയിലെയോ ജോഗ്രഫിയിലെയോ കോൺസ്റ്റിറ്റ്യൂഷനിലെയോ സങ്കീർണമായൊരു സബ്ജക്റ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ടാണ് ഞാൻ റെസ്ട്രിക്റ്റഡ് സബ്ജക്റ്റാണ്. PSCക്ക് ഒരു 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 ചിട്ടവട്ടത്തിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്നതാണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, മലയാളവും ഇംഗ്ലീഷും, കലാ, സംസ്കാരം, സാഹിത്യം, കായിക മേഖലയിലേക്ക് പുതുതായി വന്ന മാറ്റങ്ങൾ കൂടി ഒന്ന് പിടിച്ചാൽ നമ്മൾ ഉറപ്പായിട്ട് പ്രിലിംസ് കടന്നിരിക്കും. പക്ഷെ മെയിൻസിൽ വരുമ്പോൾ കഴിഞ്ഞ 4 വർഷത്തെ കട്ട് ഓഫുകൾ വെച്ചുകൊണ്ട് തീരെ ഉഴപ്പിക്കളയരുത്. പക്ഷെ ഞാൻ നിങ്ങളെ പേടിക്കണ്ട, ഡിഗ്രി മെയിൻസ് നമ്മളെ കൊണ്ട് പിടിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം അറിയിക്കാനാണ് ഈ 4 വർഷത്തെ കട്ട് ഓഫ് ഞാൻ തന്നത്. 48, 39, 38, 51, അതുപോലെ തന്നെ എന്താണ് ഈ LSGS കം SI അതിൻ്റെ കൂടെ തന്നെയാണ് വന്നു അല്ലേ, സബ് ഇൻസ്പെക്ടർ. യെസ്. അപ്പോൾ ഇവിടെ 51 എന്ന റേഞ്ചിൽ 49. ഞാൻ 51, 52 എന്നൊക്കെ പറഞ്ഞതാണ്. 2024 LSGSന് 49.73 ആയിരുന്നു മെയിൻസിൻ്റെ കട്ട് ഓഫ്. പക്ഷെ നല്ല ടൈറ്റ് എക്സാം ആയിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ മൊഡ്യൂളിൽ കൂടി ഒന്ന് പോകാം. മെയിൻസിൻ്റെ മൊഡ്യൂളിൽ ഹിസ്റ്ററി വന്നിട്ട് 7 മാർക്കായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് 10-ൽ നിന്നും. ജോഗ്രഫി കൂടി 2 മാർക്ക് 7, എക്കണോമിക്സ് 2 മാർക്ക് കൂടി 7, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്നാണ് ഇവിടെ സയൻസ് ആൻഡ് ടെക്കിന് പകരം ഇവിടെ അറിയപ്പെടുന്നത്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണ് 7 മാർക്കിന്. ഫിസിക്സ് 7 മാർക്കിന്. കെമിസ്ട്രി 7 മാർക്കിനാണുള്ളത്. കെമിസ്ട്രി 7 മാർക്കിന്. അതുപോലെ തന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ വന്നിട്ട് 8 മാർക്കായിട്ട് മാറിയിട്ടുണ്ട്. 10 എന്നുള്ളത് 8ആയി. പക്ഷേ സ്പോർട്സും കൂടി ചേർത്ത് 3ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 11. പ്രിലിംസിൻ്റെ 10-ൽ നിന്ന് ഇവിടെ മെയിൻസിലേക്ക് എത്തിയപ്പോൾ 11 മാർക്കായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5-ൽ നിന്ന് 6 ആയിട്ടുണ്ട്. സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി റീസണിങ് 20 ആയിരുന്നത് 15 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ആകട്ടെ 20 മാർക്കിൽ നിന്ന് 13 മാർക്കിലേക്ക് മാറി. മലയാളത്തിലാണ് ഒരു കാര്യമായ മാറ്റം വന്നത്. 10 മാർക്ക് മലയാളത്തിൽ നിന്ന് മാറി 13 മാർക്കായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, കാണാമല്ലോ അല്ലേ. അങ്ങനെ നമുക്ക് 100 മാർക്കിൻ്റെ മെയിൻസ് പരീക്ഷയുടെ ഫസ്റ്റ് പേപ്പർ, ഇത് ഫസ്റ്റ് പേപ്പറാണ്. ഫസ്റ്റ് പേപ്പർ 100 മാർക്കിനാണ്. ഇനി ഇത് എങ്ങനെ പഠിക്കണം? ഈ ഒരു 12 ടോപ്പ് സബ്ജക്ട്സുകളിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് എന്നത് ഡിഗ്രി മെയിൻസിന് വിശദമായ ഒരു സിലബസ് ഫസ്റ്റ് പേപ്പറിൻ്റേത് വന്നിട്ടുണ്ട് സൈറ്റിൽ. അപ്പോൾ ജസ്റ്റ് നോക്കുക. പക്ഷേ മലയാളം ഒന്നും മാറിയിട്ടില്ല. നമ്മൾ പ്രിലിംസിൻ്റെ എന്താണോ അത് തന്നെയാണ് മെയിൻസിൻ്റെയും സിലബസ്. മെയ്, ജൂൺ, ജൂലൈ മാസത്തിൽ ആരംഭിക്കുന്ന പ്രിലിംസിൻ്റെ ഫേസസിന് വേണ്ടി പഠിക്കുന്ന കണ്ടന്റ് മാത്രം മതി മെയിൻസിനും. ഇനി മെയിൻ എക്സാം എപ്പോഴായിരിക്കും? അപ്പം മെയ്, ജൂൺ, ജൂലൈയിൽ തുടങ്ങുന്ന പ്രിലിംസ് അവസാനിക്കും. പിന്നീട് നമുക്ക് 1-2 മാസം ആയിരിക്കും കിട്ടുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലെ, ഒക്ടോബർ മാസത്തിലായിരിക്കും മെയിൻസിലേക്ക്. ഒക്ടോബറിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം, ഒക്ടോബറിലായിരിക്കും മെയിൻസ് എക്സാം വരുന്നത്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. സോ 1-2 മാസമേ കിട്ടൂ എന്നുള്ളൊരു മുൻവിധിയോടുകൂടി നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് മെയിൻസിൻ്റെ ഫസ്റ്റ് പേപ്പറിൽ മാർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഫസ്റ്റ് പേപ്പറിന് പ്രത്യേക കട്ട് ഓഫ്, സെക്കൻഡ് പേപ്പറിന് പ്രത്യേക കട്ട് ഓഫ് അങ്ങനെയൊന്നുമില്ല. മെയിൻസ് 220 മാർക്കിനാണ്. 100 മാർക്കിന് ഫസ്റ്റ് പേപ്പറും 100 മാർക്കിന് സെക്കൻഡ് പേപ്പറും 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ ചേർത്ത് 220-നാണ് എന്ത് വരുന്നത്, നമ്മുടെ കട്ട് ഓഫ് വരുന്നത് എന്തായിരിക്കും? 100-100, 200 മാർക്കിനായിരിക്കും. പക്ഷെ മെയിൻസ് മുന്നിൽ കാണേണ്ടത് 220 എന്നുള്ള റേഞ്ചാണ്. കാരണം 100 മാർക്കിന് ഫസ്റ്റ് പേപ്പർ, 100 മാർക്കിന് സെക്കൻഡ് പേപ്പർ. അപ്പോൾ അത് എഴുതുന്ന റിട്ടേൺ എക്സാം പ്ലസ് അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൂടി ചേർത്തിട്ടായിരിക്കും നമുക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അത് ഇൻ്റർവ്യൂ ഉള്ള ഏതൊരു പരീക്ഷയ്ക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൂടി ചേർത്തിട്ടായിരിക്കും എന്ത് വരുന്നത്, ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പേപ്പറാണ് ഞാൻ പറഞ്ഞത്. ഇനി കമ്പാരറ്റീവ്ലി സെക്കൻഡ് പേപ്പറിൽ വരുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ള മൊഡ്യൂളുകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കണ്ടന്റിനെ കുറിച്ച് വിശദമായി എനിക്കറിയില്ലെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഓർഗനൈസേഷൻസ്, പബ്ലിക്, പ്രൈവറ്റ്, നോൺ പബ്ലിക് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ വരുന്നുണ്ട്. തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് 10 മാർക്കിനാണ് ഇവിടെ മാർക്ക് വരുന്നത്. മൊഡ്യൂൾ ബേസിലാണ് PSCയുടെ സൈറ്റിൽ സെക്കൻഡ് പേപ്പറിൻ്റെ സിലബസ് കൊടുത്തിരിക്കുന്നത്.
ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു കൺക്ലൂഡഡ് അല്ല. കാരണം മെയിൻസിന്റെ സെക്കൻഡ് പേപ്പറിലെ 100 മാർക്കും റാങ്ക് നിർണ്ണയിക്കുന്ന തരത്തിലായിരിക്കും ഏറ്റവും ഡീപ്പായിട്ട് ഡെപ്ത് ആയിട്ട് ഒരു UPSC നിലവാരത്തിൽ ഈ കണ്ടന്റ് വായിച്ച് തറവാക്കി പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് പഠനക്രമം മാറ്റണം. ഇപ്പൊ തന്നെ, അതായത് പ്രിലിംസിന്റെ ഒപ്പം തന്നെ മെയിൻസിന്റെ മൊഡ്യൂളുകളും പഠിച്ച് സെറ്റാക്കേണ്ടതുണ്ട്. പ്രിലിംസ് ക്രാക്ക് ചെയ്താൽ വളരെ കുറച്ച് സമയമാണ് പിന്നെ മെയിൻസിന് കിട്ടുന്നത്. സോ പഠനത്തിന്റെ സമയം കൂട്ടി ഓരോ മൊഡ്യൂളുകളായിട്ട് മെയിൻസ് കൂടി പഠിച്ചു വെക്കാൻ ശ്രമിക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് 10 മാർക്കാണുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, അതിനകത്ത് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ, ഇമ്പോർട്ടൻസ്, ഇവാലുവേഷൻ ഓഫ് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, മാനേജ്മെന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്, ഗ്ലോബലൈസേഷൻ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ 12 മാർക്കിനാണുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് പ്രിലിംസിൽ 5 മാർക്കിന് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ച കണ്ടന്റുകൾ നിങ്ങൾക്ക് ഉപകരിക്കും. പ്ലസ് ഡീപ്പായിട്ടുള്ള ഒരു വായനയാണ്. അതിനകത്ത് പാർലമെന്റിനെ കുറിച്ചും പ്രസിഡന്റിനെ കുറിച്ചും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് 12 മാർക്കിന്. ഇനി ആകട്ടെ, നാലാമത്തെ മൊഡ്യൂൾ 8 മാർക്കിനാണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റുകൾ തമ്മിലുള്ള ബന്ധത്തെയൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അമെൻമെന്റുകൾ ഒക്കെ ഇതിനകത്ത്, ഇലക്ഷൻ കമ്മീഷൻ, ഇതൊക്കെയാണ് ഈ ഒരു 8 മാർക്കിന്റെ 4th മൊഡ്യൂളിൽ വരുന്നത്. ഇനി കേരള മോഡൽ എക്കോണമി ആൻഡ് ഡെവലപ്മെന്റ്, അതായത് 5ാമത്തെ മൊഡ്യൂളിലെ കേരളാസ് എക്കോണമിയെ കുറിച്ച് 15 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടിട്ട് അതിനനുസരിച്ച് തന്നെ ആ ഒരു സബ്ജക്റ്റിന്, ആ ഒരു മൊഡ്യൂളിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ഇക്കണോമിക്സിന് നിങ്ങൾ 5 മാർക്കിന് പ്രിലിംസിന് പഠിച്ചത് നിങ്ങൾക്ക് ഉപകരിക്കും. ഒപ്പം അധിക വായനയാണ് വേണ്ടത്. കേരള എക്കോണമി 5 മാർക്കിന് നമ്മൾ പ്രിലിംസിൽ പഠിച്ചത് പ്ലസ് 15 മാർക്കായിട്ടാണ് ഇത് കൂട്ടിയിട്ടുണ്ട്. സോ ആ ലെവലിൽ പഠനം മാറ്റണം. ഇനി മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, ഇക്കണോമിക്സ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. 15 മാർക്ക്. അതിൻ്റെ അർത്ഥം മെയിൻസിന്റെ സെക്കൻഡ് പേപ്പറിൽ 30 മാർക്കും ഇക്കണോമിക്സ് ആണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് എൻവിയോൺമെന്റ്, ക്ലൈമറ്റ്, ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ കുറെ കൂടി പിന്നെ ഗ്രീൻ ഓഡിറ്റിങ് പോലെയൊക്കെയുള്ള അത്യാധുനിക കാര്യങ്ങൾ, എൻവിയോൺമെന്റൽ ലോസ് ഇൻ ഇന്ത്യ, അതൊക്കെ ചേർത്തിട്ട് ഒരു 10 മാർക്കിനാണ് 7 മൊഡ്യൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതേ മൊഡ്യൂളിൽ അതേ കണ്ടന്റിനെ വെച്ചുകൊണ്ട് എന്താണ് ഡിസാസ്റ്റർ, നാച്ചുറൽ, ആന്ത്രോപോജനിക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു 10 മാർക്ക് കൂടി ആ മൊഡ്യൂൾ, അതായത് 20 മാർക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 9ാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ മനസ്സിലാകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇ ഗവേണൻസ് ആണ്. അത് 10 മാർക്കാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച്, അതായത് ഏകദേശം നമ്മുടെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി IT ആക്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു പിന്നെ ഇ ഗവേണൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഈ 10 മാർക്ക്. ടോട്ടൽ 100 മാർക്കാണ് ഫസ്റ്റ് പേപ്പറിന്. സെക്കൻഡ് പേപ്പറിന് അതുപോലെ 100 മാർക്കാണ്. അങ്ങനെ 200 മാർക്കിനാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണ്, ഡിസ്ക്രിപ്റ്റീവ് അല്ല. നമ്മൾ പ്രിലിംസ് എഴുതുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. 2 എക്സാമായിട്ട് ഒരു ദിവസം കണ്ടക്ട് ചെയ്യും. മോർണിംഗ് ഷിഫ്റ്റും ആഫ്റ്റർനൂൺ ഷിഫ്റ്റും ആയിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു SSC എക്സാം ഒക്കെ എഴുതണ പോലെ, അല്ലാതെ ഒരു 2 ടയർ എക്സാമിലേക്കല്ല ഇത് പോകുന്നത്. ഒറ്റ ദിവസം തന്നെ മെയിൻസിന്റെ എക്സാം ആയിട്ടായിരിക്കും ഇത് വരുന്നത്. പിന്നെ ഇതിൽ കൂടി ഓക്കെ ആകുന്നത്, അതായത് ഈ 200 മാർക്കിന് കഴിഞ്ഞിട്ടാണ് എലിജിബിൾ ആയിട്ടുള്ളവരെ എവിടേക്ക് വിളിക്കുന്നത്, ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. അല്ലാതെ 220 മാർക്കല്ല, നമ്മൾ മുന്നിൽ കാണേണ്ടത് 220 എന്നേ ഉള്ളൂ. എന്തായാലും മെയിൻസ് പരീക്ഷ നടക്കുന്നത് 200 മാർക്കിനായിരിക്കും. അതിൽ നിന്നും എലിജിബിൾ ആയിട്ടുള്ളവരെ നേരെ എവിടേക്ക് വിളിക്കുന്നു, ഇന്റർവ്യൂവിന് വിളിക്കുന്നു. 20 മാർക്കിനാണ് ഇന്റർവ്യൂ വരുന്നത്. ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് ഇവിടെ വരുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് തന്നെയായിരിക്കും. കാരണം ഏറ്റവും പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, സൈക്കോളജിക്കൽ അപ്രോച്ച് ഒക്കെയാണ് ഇന്റർവ്യൂ ബേസ്. അല്ലാതെ പിന്നെ നമ്മുടെ ഒരു അറിവ്, ജനറൽ നോളജ് അബൌട്ട് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് അവർ അളന്ന് കഴിഞ്ഞല്ലോ. സോ ഇനി വേണ്ടത് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ്, ബിഹേവിയറൽ അപ്രോച്ച്, ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച്, അതിലൊക്കെ ഊന്നി നിന്നുകൊണ്ടുള്ള ഇതായിരിക്കും ഇന്റർവ്യൂ പാനലിലേക്ക് വരുന്നത്. കാരണം നല്ലൊരു റെപ്യൂട്ടഡ് പോസ്റ്റിലേക്കാണ് നിയമിക്കാൻ പോകുന്നത്. സോ
അവിടെ നമുക്ക് നമ്മുടെ ഒരു ബിഹേവിയറൽ അപ്രോച്ച്, നമ്മുടെ ഒരു ബിഹേവിയർ എല്ലാം അവിടെ നോക്കും. അത്തരത്തിലുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും. സോ ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് മെയിൻസിലേക്ക് കൂടി പോകേണ്ടത് എന്നും കഴിഞ്ഞ 4 വർഷത്തെ മെയിൻസിൻ്റെ കട്ട് ഓഫ് എടുത്ത് നോക്കുമ്പോൾ അത്ര കണ്ട് പേടിക്കേണ്ടതൊന്നുമില്ല. പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം 100 മാർക്ക് ഫസ്റ്റ് പേപ്പർ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. സാധാരണ ഒരു ബാങ്കിങ് എക്സാം ഒക്കെ എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ വന്നിരിക്കുന്നത്. അവിടെ 100 അങ്ങനെ ഒരു സ്പ്ലിറ്റിലല്ലേ എക്സാം വരുന്നത്. പക്ഷേ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, കാരണം അത്രയ്ക്ക് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടി, കഴിവുള്ള കുട്ടികളുടെ എണ്ണം കൂടി, അപ്പം സ്ക്രൂട്ടിനിയും അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആവും. സോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പ്രിലിംസ് എക്സാമാണ് 100 മാർക്കിൻ്റെ. അതിന് മാക്സിമം പഠിച്ച് മുന്നേറുക. കൂടിപ്പോയാൽ അപ്പോൾ ഫെബ്രുവരി അങ്ങ് കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. മാർച്ച് 30 ഡേയ്സ്, ഏപ്രിൽ 30 ഡേയ്സ്, 1-2 ദിവസം കൂടിയും കുറഞ്ഞൊന്നും ഞാൻ നോക്കുന്നില്ല. 30 60 ദിവസം അല്ലേ, മാർച്ച് ഏപ്രിൽ. മെയ് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മെയ് സെക്കൻഡ് വീക്ക് ഓർ മെയ് 25th ആയിരിക്കും ചിലപ്പോൾ പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്കിലും നമ്മൾ മെയ് ഇല്ല എന്ന് വിചാരിച്ച് 60 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പോൾ പ്രിലിംസിന് മാത്രം കൊടുക്കുക. കാരണം മെയിൻസിൻ്റെ മൊഡ്യൂൾ പഠിച്ചു വെച്ചാലും പ്രിലിംസ് ക്രാക്ക് ചെയ്യണ്ടേ. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് പ്രിലിംസിന് തന്നെയാണ്. അതിൻ്റെ കൂടെ മെയിൻസിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ അധിക വായന കൂടി നടത്തണമെന്നാണ് പറഞ്ഞത്. സോ 60 ഡേയ്സേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. 100 മാർക്കിൻ്റെ പഠനമാണ്. റാങ്ക് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന സബ്ജക്റ്റുകളായ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കലാ, സംസ്കാരം, സാഹിത്യം ടോട്ടൽ 60 മാർക്കാണ്. അപ്പോൾ അതുമായിട്ട് കലാ, സംസ്കാരം, സാഹിത്യമൊക്കെ ആയിട്ട് സജീസ് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളോടൊപ്പം കട്ട സപ്പോർട്ടിന് കൂടെ തന്നെ ഉണ്ടായിരിക്കും. വരും ദിവസങ്ങളിൽ പെട്ടെന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സഹായിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, സജീസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ നിങ്ങളുടെ വിജയത്തിന് ഞാനും കൂട്ടായിരിക്കും, ഞാനും കൂടി പങ്കാളിയായിരിക്കും. നിങ്ങളുടെ വിജയം എനിക്ക് കൂടി അവകാശപ്പെട്ടതായി മാറട്ടെ. ഓക്കെ, ബൈ, ടാറ്റാ.